മാതാവിന് നന്ദി, മാതാവിന് സ്തുതി, കർത്താവിന് നന്ദി, സ്തുതി. എൻ്റെ പേര് അജിത. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ കൊച്ചിന് വേണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ കൊച്ചിന് മൂക്കിലൊരു മുഴയുണ്ടായിരുന്നു. അത് ജനിച്ചപ്പോൾ ഉള്ളതായിരുന്നു ആ മുഴ. എന്നാലും അത് ചെറിയൊരു മുഴയായിട്ടായിരുന്നു. പിന്നെ ഇത്തിരി വലിപ്പം വെച്ചു. കൊച്ച് 15 വയസ്സായപ്പോഴത്തേനും ഒരുവിധം വലിപ്പം വെച്ചായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തു. പിന്നെ അത് വീർത്ത ശേഷം ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഈ കൊച്ചിൻ്റെ ഈ മുഴയ്ക്ക് വേണ്ട. ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ആരുമില്ലാത്ത അമ്മേ, ഞങ്ങളുടെ വിളികൾ എന്താ കേൾക്കാത്തതെന്ന് ചോദിക്കും. അപ്പോഴും ഡോക്ടറെ അടുത്ത് ഒരു ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കൊച്ചിനെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഈ ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കും, നിൻ്റെ കൊച്ചിന് സുഖപ്പെടുമെന്ന് പറഞ്ഞു. ഞാനവിടെ എനിക്ക് കൂടെ വരാൻ പോലും ആരുമില്ല. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ വരട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ആ നീ പോരേന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എൻ്റെ മോളെ ഇനി ആ മൂക്കിൽ കത്തി വയ്ക്കാതെ എൻ്റെ മോളെ അമ്മ കാത്തോളട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ആരുമില്ലാത്തത് അമ്മേ, എന്നെ കാക്കണേ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ കുറേ കരഞ്ഞു ഇവിടെ നിന്ന്. എൻ്റെ കൊച്ചിൻ്റെ ഈ മുഴ വീണ്ടും വീണ്ടും അത് പഴുത്ത് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത ശേഷം അത് പഴുത്ത് ഒഴുകി. അപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. എൻ്റെ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇട്ടേക്കണേന്ന് ഓർത്തു. എൻ്റെ മോള് കുറേ കരഞ്ഞു. ആദ്യമായിട്ട് എൻ്റെ മോള് കരഞ്ഞതാണ് ഈ മുഴയെ ഓർത്ത്. എൻ്റെ മോൾക്ക് എന്നോട് പറഞ്ഞു, അമ്മ ഈ മുഴ ഇനി ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ മരിക്കുള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സഹിക്കാൻ പറ്റാത്ത വേദന. ഞാൻ വേഗം തന്നെ കൊച്ചുങ്ങൾ അനീത്തിയുടെ വീട്ടിലോട്ട് വിട്ടിട്ട് കുറേ കരയാൻ. ആ രൂപം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ രൂപത്തിൽ നോക്കി ഞാൻ മുട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ മൂന്നിനെയും കൂടി അങ്ങോട്ട് വിളിച്ചു, എന്നാലും എൻ്റെ മോളെ കത്തി വെക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എൻ്റെ വിളി ഒത്തിരി കേട്ടു. ആരും ഞങ്ങളെ സഹായിക്കാൻ പോലും ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ കൊച്ചിനോട് ഇന്ന ദിവസം ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ഇന്ന ദിവസം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. എല്ലാ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്ന് ചെയ്യണ്ട, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ പോവുകയാണ്. അപ്പോഴും ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ തൈലം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊച്ചിൻ്റെ മുഖയിൽ പെറ്റി കൊടുത്തു. അപ്പോഴും മൂക്കിൽ നിന്ന് നന്നായിട്ട് പഴുത്ത് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മരുന്നും ചെയ്തില്ല. ഞാൻ ആ തൈലം തന്നെ ഞാൻ പെറ്റി കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു ആദ്യം ഓപ്പറേഷൻ ചെയ്യാം, ആദ്യത്തെ ഓപ്പറേഷൻ ഐശ്വര്യയുടെയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും വീണ്ടും ഞാൻ ഓർത്ത്, അമ്മ എന്നെ കൈവിടല്ലേ അമ്മയെന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് എൻ്റെ കൊച്ചിനെ ഡോക്ടർ വിളിച്ച് അകത്തോ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കയറി ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനും കയറി ചെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ ഇങ്ങനെ ടെസ്റ്റും കൂടി ഉണ്ട്, അതും കൂടി നടത്താൻ പറഞ്ഞു. ലാസ്റ്റ് ടെസ്റ്റായിരുന്നു അത് നടത്തി ഞാൻ കൊച്ചിനെ കൊണ്ട് കയറി ചെന്ന് ഡോക്ടർ മുഴയെ പിടിച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പറയണ ഇത് ഉണങ്ങിയില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഒത്തിരി മുട്ടപ്പമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മോൾക്കടെ ഇന്നീ കത്തി വയ്ക്കില്ലേന്ന് മാത്രമേ ഞാൻ അവിടെ നിന്ന് അപേക്ഷിച്ചോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ നിന്ന് എത്രയും ദൈവമുള്ള മാതാവും സ്വർഗ്ഗസ്നേഹം അവിടെ നിന്ന് ഞാൻ ചൊല്ലി, അമ്മയുടെ കൈ ആ ഡോക്ടറെ കയ്യിലോട്ട് ഒന്ന് തൊടണോട്ടോ അമ്മേ, എൻ്റെ മോൾക്ക് ആരുമില്ല അമ്മേ, ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. ആ തിരിച്ച് ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഈ മോൾക്ക് ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട എന്നോട്ട്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉടനെ വരണമെന്നുണ്ട് അമ്മയുടെ അടുത്തോട്ട്, അമ്മ മാത്രമേ ഉള്ളൂ ഇത്രയും അമ്മ സഹായിക്കുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയുടെ ഒത്തിരി സഹായം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒത്തിരി അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് ആരോഗ്യം ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഒന്നും കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പേടിയില്ല, ധൈര്യമായി എൻ്റെ മക്കൾക്ക് ആരും ഉള്ള പോലെ തന്നെ.